നാട്ടുവരമ്പിലേക്ക് സ്വാഗതം. ഒറ്റത്തവണത്തെ മുതൽ മുടക്കിൽ സുസ്ഥിര വരുമാനം ഉറപ്പാക്കാവുന്ന ഒന്നാണ് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി. നാട്ടുവരമ്പിന്റെ കഴിഞ്ഞ എപ്പിസോഡിൽ ഇതേക്കുറിച്ച് വിശദമാക്കിയിരുന്നു. അതിന്റെ തുടർച്ചയാണ് ഈ എപ്പിസോഡ്. ആറ്റിങ്ങലിലെ പ്രവാസിയായ സുരേഷ് എന്ന കർഷകൻ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയിലൂടെ മികച്ച നേട്ടമാണ് കൈവരിക്കുന്നത്. ഒരു 10-58 വെറൈറ്റി ഞാൻ ഡ്രാഗൺ ഫ്രൂട്ട് ചെയ്യുന്നുണ്ട്. 100% ഓർഗാനിക് ആയിട്ടാണ് ഞങ്ങൾ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യുന്നത്. ഇപ്പോൾ ഒരു മൊറോക്കൊണ്ടിട്ട് നിങ്ങളെ ഞാൻ കട്ട് ചെയ്ത് കാണിക്കുകയാണ്. ഇത് അകത്ത് നമുക്ക് എത്ര മധുരമാണെന്നും എത്ര റെഡാണെന്നും നിങ്ങൾക്ക് മനസ്സിലാകും. ചില ആൾക്കാർ ചോദിക്കും അകത്ത് വൈറ്റ് അല്ലേ എന്ന് ചോദിക്കും. ഉണ്ടോ നോക്കി ഇറ്റിറ്റ് വീഴുകയാണുണ്ടോ. ഇത് നല്ല സ്വീറ്റാണ്, നല്ല സ്വീറ്റാണ്. ജ്യൂസിന് ഉപയോഗിക്കാം, ഏത് ജ്യൂസ് ചെയ്താലും കളറിന് പോലെ ഉപയോഗിക്കാം. ഫേഷ്യൽ ചെയ്യാൻ, ലേഡീസിനൊക്കെ ഫേഷ്യൽ ചെയ്യാൻ വരെ ഉപയോഗിക്കാം. കേടുകൂടാതെ ഒരു 5 ദിവസമൊക്കെ ഇരിക്കും, 5-6 ദിവസമൊക്കെ ഇരിക്കും. നമുക്കിത് കഴിച്ച് നോക്ക്, നല്ല മധുരമാണ്. ഒരു 5 ദിവസം കൂടെ പഴുക്കണം, അത്രയും കണ്ട് പഴുത്തില്ല. ഇപ്പോൾ 2ാമത്തെ വിളവെടുപ്പ് കഴിഞ്ഞാണ്, 3ാമത്തെ വിളവെടുപ്പിന് ആയില്ല. അല്ല, ഈ റെയിലിംഗ് സ്റ്റേഷനിൽ നിന്ന് നിങ്ങൾക്ക് 3 വെറൈറ്റി ഫ്രൂട്ട് കാണാം. അതായത് 3 വെറൈറ്റി എന്ന് പറഞ്ഞാൽ 3 രീതിയിലുള്ള. അല്ല, ഇത് കണ്ട 2 ദിവസം പറിക്കാൻ പറ്റും. ഇന്ന് വേണമെങ്കിലും കഴിക്കാൻ യോഗ്യമാണ്. 2 ദിവസം കഴിയുമ്പോൾ നല്ല സ്വീറ്റാവും. അതൊരു വെറൈറ്റി. ഓക്കെ, ഇത് കണ്ട പൂന്ന് കായിലേക്ക് ആയ ഒരു വെറൈറ്റി. സെയിം വെറൈറ്റി തന്നെയാണ് രീതി. അതായത് പൂന്ന് കായിലേക്കായി. ഇതിനൊരു 30-15-25 ദിവസം കഴിഞ്ഞ് പറിക്കാം. കംപ്ലീറ്റ് പൂവാണ്, പുതിയ പൂക്കൾ വരെയാണ്. അതായത് നവംബർ വരെ, നവംബർ ലാസ്റ്റോടെയാണ് ലാസ്റ്റ് വിളവെടുപ്പ്. നവംബറോട് തീരും. ഇനി 3-4 മാസത്തേക്ക് ഇടുന്നത് കണ്ട. ഇത് പുതിയ പൂക്കൾ വരുന്നുണ്ട്, ഇതെല്ലാം പുതിയ പൂക്കൾ വരുന്നതാണ്. എപ്പോൾ വേണം നടാം. കായ്ക്കുന്നത് ജൂൺ ജൂലൈയിൽ കായ്ച്ചു തുടങ്ങും. നവംബർ വരെ 4 മാസം കായ കിട്ടും നമുക്ക്. ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ തന്നെ ഇതിൽ പല രീതിയിലുള്ള പരുവത്തിനുള്ള കാട് കിടക്കുകയാണ്. പൂവായിക്കൊണ്ടിരിക്കുന്ന, പൂ തുടങ്ങാതെ. ഇത് നവംബർ വരെ നമുക്ക് ആകട്ടേക്കുണ്ടെങ്കിൽ. ഇപ്പോൾ 2 പ്രാവശ്യം വിളവെടുത്ത് ഇത് ഇനിയിപ്പോൾ 3ാമത്തെ അടുത്ത് എടുക്കാറായി. ഇനിയിപ്പോൾ ഒരു 15-20 ദിവസം കഴിയുമ്പോൾ അടുത്ത് എടുക്കും. നവംബർ വരെ കാ വന്നുകൊണ്ടേയിരിക്കും. ഇത് നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത് വെച്ചാൽ കണ്ട, നമ്മൾ ഒരുക്ക അതിൻ്റെ ടിപ്പ് ചെയ്താണ്. ടിപ്പ് ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ മണ്ട മുറിച്ചാണ്. അപ്പോൾ അത് പിന്നെയും ശാഖ വരെയാണെങ്കിൽ ആ ശാഖയെ മുറിച്ച് കളയുക. പിന്നെ ഇനി കാ പൂർത്തിയാവുന്നവരെ പുതിയ ശാഖകൾ അനുവദിക്കരുത്. കാ ചെറുതായിപ്പോൾ ഞാൻ ഒരുപാട് ശാഖ അനുഭവിച്ചുകൊണ്ടാണ് കാ ചെറുതാവുന്നത്. കാ തൈ വേണമെന്നാണ് നമ്മൾ ഒരു പരിധി കഴിഞ്ഞ് പ്രൂൺ ചെയ്യാത്തത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞാൽ എൻ്റെ പലോറയുടെ സെക്ഷനാണ്. ഇത് കണ്ട, ഇതെല്ലാം ഗോൾഡൻ യെല്ലോ ആവും. ഗോൾഡൻ യെല്ലോ ഇത് കണ്ടാൽ നിങ്ങൾക്ക് കാണാം. ഇതിൽ കാ കിടക്കുന്നുണ്ടോ. ഈ പ്രാവശ്യം കഴിഞ്ഞൊരു 10-200 കാ ഓരോ പ്ലാന്റിൽ നിന്നും പറിച്ചാണ്. ഈ പ്രാവശ്യം കാ കുറവെന്ന് വെച്ചാൽ ഒരു നടിയിൽ വസ്തു അമിതമായിട്ട് മുറിച്ചുകൊണ്ടാണ്. ഒരുപാട് നടിയിൽ വസ്തു നോർത്ത് ഇന്ത്യയിൽ കയറ്റി അയച്ച്. അപ്പോൾ അതുകൊണ്ട് ആണ് കാ കുറവ്. എങ്കിലും കണ്ടല്ലേ ഒരുപാട് കാ കിടക്കുകയാണ് പലോറ. ഈ 4 പോസ്റ്റ് ആണ്. ഒന്നിലെ 4 പ്ലാന്റാണ്. 4ലും കൂടെ ഒരു 200-300 കാ പിടിക്കും. അത് നല്ല വിലയാണ്. കിലോ 1500 രൂപയാണ് കിലോ, നല്ല വിലയാണ്. ഇത് 10 കൊണ്ടാണ്, പക്ഷേ ഭയങ്കര സ്വീറ്റാണ്. 24 പ്രൈസ് സ്വീറ്റാണ്. 14, 15, 26, 20, 22, 21 ഭയങ്കര മധുരമാണ്, നല്ല സ്വീറ്റാണ്. ഏറ്റവും കൂടുതൽ മധുരമുള്ള പലോറയാണ്. ഒരുപാട് ഡ്രാഗൺ ഫ്രൂട്ട് ഡെവലപ്പ് ചെയ്തെങ്കിലും പലോറയുടെ മധുരം എല്ലാം വേറൊന്നുമില്ല. അതായത് ഹണിയുടെ ബേസാണിത്, തേനിൻ്റെ മധുരമാണത്. ഗൾഫിലൊക്കെ ഭയങ്കര വിലയാണ്. 1 കിലോ നല്ല വിലയാണ്. ഒരു ഫ്രൂട്ട് 45-50 ദിർഹമാണ് ഒരു ഫ്രൂട്ടിൻ്റെ വില. ഡ്രാഗൺ ഫ്രൂട്ടിന് വേസ്റ്റ് ഇല്ല, നേരിയ തൊലി മാത്രമേ ഉള്ളൂ. ബാക്കി മൊത്തം നമുക്ക് ഭക്ഷ്യയോഗ്യമാണ്. ഒരു ഫ്രൂട്ട് കൊണ്ട് തന്നെ 2 ഫ്രൂട്ട് കഴിക്കാൻ ഒരു നേരത്തെ ആഹാരമായി. ആ അനുഭവം ഡ്രാഗൺ ഫ്രൂട്ട്. ഞാൻ ഉച്ചയ്ക്കൊക്കെ മിക്കവാറും ഇടുന്ന ഫ്രൂട്ടുകളാണ് കഴിക്കുന്നത്. കൃഷി തുടങ്ങിയപ്പോൾ സാമ്പത്തികം അത്ര ഉണ്ടാക്കാൻ പറ്റില്ല. സാമ്പത്തികം മാത്രം നോക്കിക്കൊണ്ട് ഒരിക്കലും കേരളത്തിൽ കൃഷി ചെയ്യാൻ പറ്റില്ല. കാരണം കേരളത്തിലെ ലേബർ കോസ്റ്റ് കൂടുതലാണ്. പിന്നെ എല്ലാം കോസ്റ്റാണ് കേരളത്തിൽ. ലിവിങ് കോസ്റ്റ് തന്നെ കൂടുതലാണെന്ന് ഞാൻ പറയാൻ എനിക്കറിയാം. എല്ലാ കാര്യങ്ങളും കേരളത്തിൽ കൂടുതലാണ്. എന്ത് സാധനം മറ്റുള്ള ഇന്ത്യയിൽ തന്നെ മറ്റുള്ള സംസ്ഥാനങ്ങളൊക്കെ കേരളത്തിലെ എല്ലാ സാധനങ്ങളും കോസ്റ്റ് കൂടുതലാണ്. പക്ഷേ കൃഷി തന്നെ സന്തോഷം എന്ന് വെച്ചാൽ നമ്മൾ ഹെൽത്തി ലൈഫ്, നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റിയ ഫ്രൂട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം. ഞാൻ കട്ടിക്കുന്ന ഏത് ഫ്രൂട്ടും നമുക്ക് അങ്ങനെയല്ല കഴുവേണ്ട പോലും ആവശ്യമില്ല. കാരണം ഞാൻ ഇതിൽ എന്തെങ്കിലും ഹോർമോൺ ഉപയോഗിച്ചിട്ടുണ്ടോ, എന്തെങ്കിലും രാസവസ്തു ഉപയോഗിച്ചിട്ടുണ്ടോ എനിക്കറിയാമല്ലോ. അപ്പോൾ എനിക്കറിയാമല്ലോ ഞാൻ അങ്ങനെയൊന്നും സ്പ്രേ ചെയ്തിട്ടില്ലെന്ന്. അപ്പോൾ എനിക്കങ്ങനെ കഴിക്കാമല്ലോ. അപ്പം 100% വിശ്വസിച്ച് നല്ല ഫ്രൂട്ട് കഴിക്കണമെങ്കിൽ അവനോട് തന്നെ ഉൽപ്പാദിപ്പിക്കണം. ഡ്രാഗൺ ഫ്രൂട്ട് ആകുമ്പോൾ കൊച്ചു കുട്ടികൾക്ക് പോലും നമുക്ക് വിശ്വസിച്ച് കൊടുക്കാം. ഈ വെറൈറ്റി വെരി സ്പെഷ്യൽ വെറൈറ്റിയാണ്. ഞാൻ 1 വർഷമായിട്ട് വെയിറ്റ് ചെയ്ത് ഇപ്പോൾ കിട്ടിയതാണ്. ഇതാണ് ലോകത്തിലേക്ക് ഏറ്റവും നല്ല ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് തൈവാൻ അവകാശപ്പെടുന്ന ബിബാബോ ഡ്രാഗൺ ഫ്രൂട്ട്. 1/600 ഒരു ഫ്രൂട്ടിൻ്റെ വെയിറ്റ്. ഒപ്പം മിൽക്ക് ടേസ്റ്റാണ്, വളരെ സ്വീറ്റാണ്.
ഇപ്പോൾ ഞങ്ങൾ ഒരാളിനെ വിട്ടാണ് വാങ്ങിപ്പിച്ചത്. ഒന്നാമത് അവർക്ക് ഇംഗ്ലീഷ് അറിയില്ല. അപ്പോൾ തൈവാനി ഭാഷ അറിയുന്നൊരു പയ്യൻ ഉണ്ടായിരുന്നു, തൈവാനിൽ തന്നെ വർക്ക് ചെയ്യുന്ന, അവനെ കൊണ്ടാണ് വാങ്ങിച്ചത്. അപ്പോൾ ആ ഒരു ചെറിയ കഷ്ണമേ പുള്ളി തന്നോളൂ, അത് പൊടിക്കാതെ തന്നു. പക്ഷേ എൻ്റെ കയ്യിൽ കിട്ടിയതുകൊണ്ട് മാത്രം ഞാനത് ഗ്രാഫ്റ്റ് ചെയ്ത് 3 തൈ ഉണ്ടാക്കി. അത് സൂപ്പർ വെറൈറ്റിയാണ്. അതിൻ്റെ ലീഫിൻ്റെ കനം കണ്ട വളരെ വലുതാണ്. എന്താ ഇത് വിയറ്റ്നാം മിൽക്ക് സ്വീറ്റ് വൈറ്റാണ്. ഇത് ഇൻസൈഡ് വൈറ്റാണ്, പാലിൻ്റെ ടേസ്റ്റുള്ളതാണ്. മിൽക്ക് സ്വീറ്റ് വൈറ്റാണ്. ഇത് ധാരാളം കായ്ക്കുമ്പോഴൊക്കെ എൻ്റെ പ്രശ്നം വെച്ചാൽ കമ്പ് ഒടിയുന്നുണ്ട്. കാരണം ഒരു കമ്പിൽ അമിതമായിട്ട് കായ്ക്കും. നല്ല വെയിറ്റാണ്, നല്ല ഫ്രൂട്ടാണ്. ഇത് റെഡ് ഹൈബ്രിഡാണ്. നേരത്തെ മുകളിൽ കാണിച്ചതിൻ്റെ വേറെ വെറൈറ്റിയാണ്. ഇത് വിയറ്റ്നാം LD5 ആണ്. ഇത് 22 ബ്രിക്സ് മധുരമാണ്. ഔട്ട്സൈഡ് റെഡാണ്, ഇൻസൈഡ് റെഡാണ്. ഇത് വളരെ നല്ല വെറൈറ്റിയാണ്, വളരെ സ്വീറ്റാണ്. 22 ബ്രിക്സ് എന്ന് വെച്ചാൽ പലവരൊപ്പം എത്തിയില്ലെങ്കിൽ ഏകദേശം എത്തും. വിയറ്റ്നാം എന്ന് പറഞ്ഞാൽ ഏറ്റവും സ്വീറ്റ്നെസ് കൂടിയ ഒരു വെറൈറ്റിയാണ് വിയറ്റ്നാം LD5. ഇത് ISS ഗോൾഡാണ്. അതായത് ഇസ്രായേൽ എല്ലോരോ വേറെ വെറൈറ്റിയാണ്, കുറച്ച് വലിയ ഫ്രൂട്ടാണ് ISS ഗോൾഡ്. ഇത് ബ്ലാക്ക് ആഫ്രിക്കയാണ്. ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ധാരാളം പിടിക്കും. ക്രോസ് പോളിനേഷനാണ് ബ്ലാക്ക് ആഫ്രിക്കയാണ്. ഇതാണ് തൃശ്യ. ഇത് ക്രോസ് പോളിനേഷനാണ്, വളരെ സ്വീറ്റാണ്. ഇതിൻ്റെ ഫ്ലവർ കാണാൻ നല്ല ഭംഗിയാണ്, ഫ്രൂട്ടും നല്ല ഭംഗിയാണ്, ടേസ്റ്റുമാണ്. തൃശ്യ. ഇത് ഇൻഡോനേഷ്യൻ സ്വീറ്റാണ്, സ്വീറ്റ് റെഡ്. ഇൻഡോനേഷ്യൻ സ്വീറ്റ് റെഡ് ധാരാളം പിടിക്കും. ഇത് നല്ല ചോക്ലേറ്റിൻ്റെ മധുരമാണ്, നല്ല മധുരമാണ്. ഇതിപ്പോൾ ഒരുപാട് പിടിച്ചിട്ടുണ്ടോ. ഇത് കുറേ നമ്മൾ ഒരു 5-6 ഫ്രൂട്ട് പറിച്ച് ഇപ്പോൾ ധാരാളം പിടിച്ചെടുക്കുകയാണ്. നല്ല മധുരമാണ്, അതിമധുരമാണത്. ഇത് റെഡാണ്, അകോ റെഡ്, പുറവോ റെഡാണ്. ഗ്രാഫ്റ്റിങ്ങിലൂടെ സുരേഷ് വികസിപ്പിച്ചെടുക്കുന്ന ഡ്രാഗൺ ഫ്രൂട്ട് ചെടികൾ മികച്ച കായ്ഫലം ലഭ്യമാക്കുന്നു. മധുരത്തിൻ്റെ കാര്യത്തിൽ ഓരോ ഇനങ്ങളും വ്യത്യസ്തത പുലർത്തുന്നു. कुल महीने लो 6 महीने में फ्रूटिंग होएगा. देखो कोई भी वैरायटी आप ग्राफ्टिंग करेगा जरूर 6 महीने में फ्रूटिंग आएगा. अभी आपको देखेगा वियतनामी हाइब्रिड अभी 4-5 महीना हो गया, अभी फ्रूटिंग हो गया साल में. अच्छा, आपको पास सबसे बड़ा वाला फ्रूट कौन सा है? ഇതിപ്പോൾ കണ്ട, ഇതിപ്പോൾ ഞാൻ വെച്ചിട്ടൊരു 15-10 ദിവസമായതേ ഉള്ളൂ. ഇത് ഡൽഹിയിൽ നിന്ന് ഒരാളുടെ ഓർഡർ അനുസരിച്ച് 100 തൈ ഉണ്ടാക്കുന്നതാണ്. അതായത് എല്ലാം ഇത് മൊറോക്കൻ റെഡ് വെച്ചിരിക്കുകയാണ്. ഇത് പൊടിച്ച് കഴിയുമ്പോൾ അതിനെ കട്ട് ചെയ്ത് പലവരോ ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ വേര് പിടിച്ച് വേര് സ്ട്രോങ് ആയെങ്കിൽ മാത്രമേ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റൂ. അങ്ങനെ വേര് പിടിപ്പിക്കാൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഏകദേശം മുള്ളൊക്കെ ഇളക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത്, താഴെ നിന്ന് പൊടിക്കാതിരിക്കാൻ വേണ്ടി. മുകളിൽ നിന്ന് ലൈറ്റ് പൊടിപ്പ് വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് അതിൽ പലവരോ ഗ്രാഫ്റ്റ് ചെയ്യും. കണ്ട, ഇത് കോക്കോ പീറ്റിൽ മാത്രം വെച്ചിരിക്കുകയാണ്. ലേശം ചാണകപ്പൊടി ഇട്ട് കോക്കോ പീറ്റിൽ വെച്ചിരിക്കുകയാണ്. ആദ്യം നടേണ്ടതെന്ന് വെച്ചാൽ ഒരു കമ്പ് കട്ട് ചെയ്താൽ 4 ദിവസം വെറുതെ വെച്ചേക്കുക. വെയിലത്തും വെക്കൽ, മഴയത്തും വെക്കൽ, തണലത്ത് വെറുതെ വെച്ചേക്കുക. അപ്പോൾ കട്ടിങ്ങിൻ്റെ പാട് ഉണങ്ങി കിട്ടും. ശകലം സാഫ് പുരട്ടി വെക്കാമെങ്കിൽ SAAF സാഫ് ആൻറ്റി ഫംഗസ് അത് പുരട്ടി വെക്കാമെങ്കിൽ ബെറ്ററായിരിക്കും. പുരട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ജസ്റ്റ് വെറുതെ വെച്ചാൽ മതി. തണലത്ത് വയ്ക്കണം, 4 ദിവസം വെക്കണം. അപ്പോൾ ആ മുറിപ്പാട് ഉണങ്ങി കിട്ടും. അപ്പോൾ അതിൽ ഫംഗസ് വരില്ല. കോക്കോ പീറ്റിൽ ഇത്ര മാത്രം താത്താൽ മതി, അധികം താക്കേണ്ട ആവശ്യമില്ല. കോക്കോ പീറ്റിൽ ലേശം എടുത്തിട്ട് ഇങ്ങനെ താത്ത് കൊടുക്കുക. ബസ് കുറച്ച് കഴിഞ്ഞ് അതിനുശേഷം ചെറുതായിട്ടൊന്ന് 4 സൈഡും വിരലുകൊണ്ട് ചെറുതായിട്ടൊന്ന് അമർത്തുക. ഓക്കെ, അമർത്തി കഴിഞ്ഞ് ഓക്കെ. അതിനുശേഷം 4 സൈഡിനും കൊച്ചു കല്ല്, നാടൻ കല്ലോ അല്ലെങ്കിൽ കമ്പ് വെച്ച് കട്ടിയാലും മതി. ഇത് കുലുങ്ങാതിരിക്കാൻ വേണ്ടി നമ്മൾ വെള്ളമൊക്കെ അടിക്കുമ്പോൾ ഇത് കിടന്ന് കുലുങ്ങാതിരിക്കാൻ വേണ്ടി. കുലുങ്ങിയാൽ വേര് സെറ്റാകത്തില്ല. ഏറ്റവും നല്ലത് കല്ലാണ്, നാടൻ കല്ല് ഇറക്കിയിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത് കിടന്ന് കുലുങ്ങൂല. എന്താ സെറ്റായി, ഇത്ര കേസേ ഉള്ളൂ. പൊടിപ്പ് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് പൊടിപ്പ് ഒരു 4-5 പൊടിപ്പ് ഉണ്ടെന്നെങ്കിലും അതെല്ലാ പൊടിപ്പും കീപ്പ് ചെയ്യുക. അതിനുശേഷം അതിൽ ഏറ്റവും ആരോഗ്യമുള്ള ഒരു പൊടി മാത്രം കൊണ്ട് പോസ്റ്റ് വയ്ക്കുമ്പോൾ വയ്ക്കുക. ബാക്കി വെച്ചതിന് ശേഷം മുറിച്ച് കളയുക. കാരണം നിങ്ങൾ കൊണ്ട് വയ്ക്കുമ്പോഴോ ഒക്കെ ഒരെണ്ണം പോയാൽ അത് ബുദ്ധിമുട്ടാകും. ഒരു തൈയിൽ നിന്ന് ഒരു പൊടിപ്പേ, സിംഗിൾ പൊടിപ്പേ കൊണ്ടുപോകും. അതാണ് ഹെൽത്തി. പിന്നെ താഴെ നിന്ന് ആര് കാണിച്ചാലും പൊടിക്കാൻ അനുവദിക്കല്ലേ. ടയറിൻ്റെ മുകളിൽ വന്നിട്ട് ബ്രാഞ്ച് അനുവദിക്കാവും, ടയറിൻ്റെ താഴെ ബ്രാഞ്ച് അനുവദിക്കല്ലേ. ഇത് കൊളംബിയാനോ യെല്ലോ എന്നൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ 360 ദിവസം ഫ്രൂട്ടാണ്. മിക്കവാറും ഫ്രൂട്ടായിരിക്കും. പുതിയ ബഡ് വന്നുണ്ടെങ്കിൽ ഇത് കണ്ട, ഇത് റെഡിയാണ്. ഇതിൽ മുള്ളുണ്ട് കണ്ടോ. നമ്മൾ പരയ്ക്കുന്ന മുമ്പ് ഇതിൻ്റെ മുള്ളിൽ ഞങ്ങൾ തട്ടിക്കളഞ്ഞാൽ മതി. നല്ല സ്വീറ്റാണ്, കരിമ്പിൻ്റെ സ്വീറ്റാണ്. നമുക്ക് ഒരെണ്ണം കട്ട് ചെയ്ത് നോക്കാം. അകത്ത് വൈറ്റാണ്. ഇതിൻ്റെ മുള്ള് കയ്യിൽ കൊണ്ട് ബുദ്ധിമുട്ടാണ്. അതിൻ്റെ മുള്ളൊന്ന് ഞങ്ങൾ തട്ടിക്കളയുമോ. അപ്പോൾ ഞാനിത് കട്ട് ചെയ്യാൻ പോവുകയാണ്. ഇത് കട്ട് ചെയ്ത് കഴിച്ച് നോക്കാം. ഇതിൻ്റെ മധുരം നിങ്ങൾ നോക്കിക്കോ, കരിമ്പിൻ്റെ മധുരമാണ്.
ഇത് ഓരോ വർഷം കഴിയുന്നതും ഫ്രൂട്ട് വലുതായതുകൊണ്ടെങ്കിൽ 2 വർഷമായ പ്ലാന്റാണ്. ഡ്രാഗൺ ഫ്രൂട്ട് എങ്ങനെയാണ് ടിപ്പ് ചെയ്യുന്നത്? ടിപ്പിംഗ് എന്ന് വെച്ചാൽ കണ്ട വളർന്നു പോകുന്നതിന് 1/2 ഇഞ്ച് അങ്ങ് കട്ട് ചെയ്ത് കളയാം. നമ്മൾ 1/2 ഇഞ്ചിൻ്റെ എൻഡ് കട്ട് ചെയ്ത് കളയാം. അതാണ് ടിപ്പിങ്. അപ്പോൾ കായ്ക്കാനുള്ള ടെൻഡൻസി അതിൽ കൂടും. ഓക്കെ, അപ്പോൾ ടിപ്പ് ചെയ്തില്ലെങ്കിലും കായ്ക്കും, പക്ഷേ ടിപ്പ് ചെയ്താൽ കൂടുതൽ കായ്ക്കും. നമ്മളെപ്പോഴും ഇതിൻ്റെ 1/2 ഇഞ്ച് വെട്ടിക്കളയണം ടിപ്പ് ചെയ്യുമ്പോൾ, അപ്പോൾ കൂടുതൽ കായ്ക്കും. ഇത് നോക്കി, ഇത് വേറെ സിസ്റ്റത്തിലാണ് ചെയ്തിരിക്കുന്നത്. നേരത്തെ നമ്മൾ ടയർ ഇടുന്ന സിസ്റ്റം കാണിച്ച്, റെയിലിംഗ് സിസ്റ്റം കാണിച്ച്, ഇത് ഒരു ഡൈ വച്ച് ഞങ്ങൾ ഗുജറാത്തിൽ നിന്ന് വരുത്തിയാണ്. അതായത് ഈ സ്റ്റാൻഡും ഈ റിങ്ങും നമുക്കുണ്ടാക്കാം. ഈ റിങ്ങിനകത്തും കമ്പി ഇട്ടിട്ടുണ്ട്, 8 mm കമ്പി 2 എണ്ണം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് 25 കൊല്ലം 30 കൊല്ലം അത്രയല്ല 50 കൊല്ലമാണ്, യാതൊരു പ്രശ്നമില്ല, ഇങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇത് ആദ്യം ബോസ് ഇട്ടതിന് ശേഷം ഈ റിങ് എടുത്ത് മുകളിലങ്ങ് വെച്ച് കൊടുത്തിട്ട് ലേശം സിമെൻറ്റ് ഇട്ട സെറ്റായി, അങ്ങനെയും ചെയ്യാം. ഇത് ഗുജറാത്തിൽ നിന്നാണ് നമ്മൾ അച്ച് വരുത്ത് 12,000 രൂപയാണ് ഇതിൻ്റെ രണ്ടും കൂടെ വരുത്തിയത്. മനസ്സിലായി? നമുക്ക് എത്ര ഗുണം ചെയ്യാം. ഒത്തി എണ്ണ വരട്ടുക, സിമെൻറ്റും കമ്പിയും ഇതിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇത് വാർത്തെടുക്കാം, ഇതും വാർത്തെടുക്കാം, അങ്ങനെയും ചെയ്യാം. 2 അടി 24 ഇഞ്ച് അടിയിൽ തന്നെ പോകണം കുറഞ്ഞത്, എങ്കിലേ ബലത്തെ നിൽക്കും. അത് കാറ്റിലൊക്കെ മറിയരുത്, മറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചെയ്യാൻ പറ്റില്ല. ഡ്രാഗൺ ഫ്രൂട്ട് പോലുള്ള വിദേശ ഇനം പഴവർഗ്ഗ ചെടികൾ നമ്മുടെ മണ്ണിലും 100 മേനി വിളവ് നൽകുമെന്ന് ഉറപ്പായിരിക്കുന്നു. നൂതന കാർഷിക അറിവുകൾ ഇതിന് പിൻബലമേകുന്നു. ഇത് പർപ്പിൾ ഗ്ലാസ് എന്നൊരു വെറൈറ്റിയാണ്. ഇത് ക്രോസ് പോളിനേഷനാണ് പർപ്പിൾ ഗ്ലാസ്. പക്ഷേ നല്ല ഫ്രൂട്ടാണ്. ഒരു 800 കിലോ കഷ്ടിച്ച് വരും. നല്ല ഫ്രൂട്ടാണ്, നല്ല സ്വീറ്റാണ്. 19 ബ്രിക്സ് സ്വീറ്റാണ് പർപ്പിൾ ഗ്ലാസ്. ഈ ഡ്രാഗൺ ഫ്രൂട്ട് അങ്ങോട്ട് ഗ്രാഫ്റ്റിംഗ് കഴിഞ്ഞ് പൊടിച്ച് വരുമ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ മുഖ്യ ശത്രു എറുമ്പും ഒച്ചുമാണ്. ഒച്ചാണ് മെയിനായിട്ട്. നമ്മൾ ഓർക്കിഡ് തിന്നുന്നതൊക്കെ ഡ്രാഗൺ ഫ്രൂട്ടിലും മധുരമുള്ളതുകൊണ്ട് ഒച്ച് തിന്നും. ഒച്ച് എന്ന് വെച്ചാൽ ഒച്ച് തിന്നായിരിക്കാൻ വേണ്ടി വളക്കടയിൽ സ്നേഹില്ലെന്ന് പറഞ്ഞൊരു മരുന്ന് കിട്ടുന്നുണ്ട്. അത് വാങ്ങിച്ച് 5-6 എണ്ണം വെച്ചിരുന്നാൽ മതി. അത് ഒച്ചിനെ പ്രതിരോധിക്കും, ഒച്ച് മരിച്ചു പോകും. പിന്നെ വല്ലപ്പോഴാണ് എറുമ്പ് ധാരാളം ഉണ്ടെങ്കിൽ എറുമ്പിൻ്റെ ഒന്ന് ജമ്പ് അടിക്കുകയോ അല്ലെങ്കിൽ എറുമ്പ് കൂടി ലേശം തേക്കുകയോ വേണം. കൊച്ചായിരിക്കും വേണം എറുമ്പ് തിന്നുന്നത്. കാരണം ഈ പൊടിച്ചു വിടുന്നതിൻ്റെ എൻഡിലെല്ലാം ആ ഡ്രാഗൺ ഫ്രൂട്ടിന് മധുരമുള്ള അതിൻ്റെ കമ്പുകളിലെല്ലാം മധുരമുണ്ട്. അതാണ് എറുമ്പിനെ ആക്രമിക്കുന്നത്. ഈ 2 കാര്യങ്ങളാണ് മുഖ്യ ശത്രു, ഒച്ചും എറുമ്പും. ഇത് കണ്ട, ഇത് മൊറോക്കൻ റെഡ് നട്ടതിന് ശേഷം പൊടിച്ചതിന് ശേഷം അതിൻ്റെ മണ്ട വെട്ടിക്കളഞ്ഞിട്ട് ചമലിയോൻ ഹൈബ്രിഡ് ഗ്രാഫ്റ്റ് ചെയ്യണം. നിങ്ങൾക്കുള്ളത് വ്യക്തമായിട്ട് കാണാം. ഇത് 1 ഇഞ്ചോളം ഇതിനകത്തിറങ്ങിയിട്ടുണ്ട്. ഈ ചമലിയോൻ 1 ഇഞ്ച് ഇതിനകത്തിറങ്ങിയിട്ടുണ്ട്. ഇത് 20 കൊല്ലം ഗ്യാരണ്ടിയാണ്. യാതൊരു കാരണവശാലും ഫംഗസ് ഒന്നും പിടിക്കില്ല. കണ്ട് നല്ല സ്ട്രോങ് ആയിട്ട് ചെയ്യണം. ഗ്രാഫ്റ്റിംഗ് ആണ്. ഗ്രാഫ്റ്റിംഗ് നല്ല രീതിയിൽ ചെയ്താലേ 10 കൊല്ലം നിൽക്കത്തുള്ളൂ. അത് ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച് കൃത്യമായിട്ട് ചെയ്യുക. ഗ്രാഫ്റ്റ് ചെയ്താൽ യാതൊരു കുഴപ്പമില്ല, എത്ര കൊല്ലം വേണം നിൽക്കും. സാധാരണ ചെടിയെ പോലെ തന്നെ ഗ്രാഫ്റ്റ് ചെയ്ത് 6 മാസം ഫ്രൂട്ടാണ്. ഇതിപ്പോൾ നെക്സ്റ്റ് സീസണിലെ ഫ്രൂട്ടാണ്. നമ്മൾ തറയിൽ നട്ട് മുകളിൽ വരുമ്പോൾ ലേറ്റാവും. നമുക്ക് 4 മാസം 5 മാസം കൊണ്ട് പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യണേ ഗ്രാഫ്റ്റ് ചെയ്യണം. ഗ്രാഫ്റ്റിംഗ് ചെയ്യുമ്പോൾ നട്ട പ്ലാന്റിൻ്റെ മുള്ളുകളെല്ലാം എടുത്ത് കളയണം. മാക്സിമം അല്ല, എല്ലാ മുള്ളുകളും എടുത്ത് കളയണം. അല്ലെങ്കിൽ ആ മുള്ള എപ്പോഴും പൊടിച്ചുകൊണ്ടിരിക്കും. ആ മുള്ള സ്ട്രോങ് ആയിട്ട് പൊടിച്ചു എന്ന് പറഞ്ഞാൽ ഗ്രാഫ്റ്റിങ്ങിൻ്റെ ഇവർ മാവ് തന്നെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളതിൻ്റെ നട്ട മാവിനെ പിന്നെ പൊടിക്കാൻ അനുവദിക്കില്ലേ. സെയിം സിസ്റ്റം തന്നെ ഈ നട്ടേനെ പൊടിക്കാൻ അനുവദിക്കില്ല. ഇതിൻ്റെ മുള്ള മൊത്തം ഇതിൻ്റെ മുള്ളെടുത്ത് കഴിഞ്ഞാൽ അത് 6 കാരണവശാലും പൊടിക്കില്ല. മുള്ളെടുക്കുമ്പോൾ എപ്പോഴും കത്തിയൊന്ന് സാനിറ്റൈസ് എടുക്കണം. കാരണം അല്ലെങ്കിൽ ഒന്ന് ഫംഗസ് വന്നാൽ താഴത്തെ പ്ലാന്റ് ഡാമേജ് ആവും. ഇത് ബേബി സിറോഡ എന്നൊരു വെറൈറ്റിയാണ്. നല്ല വെറൈറ്റിയാണ് ബേബി സിറോഡ. പുതിയ പ്ലാന്റാണ്. ഇത് കണ്ട, ഇതിപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ചോദിച്ചപ്പോൾ ഒരു കൊച്ചു കമ്പവിനെ മുറിച്ച് കൊടുത്ത്, അല്ലെങ്കിൽ ഇതിപ്പോൾ കായ്ക്കുമായിരുന്നു. ഇത് നല്ല വെറൈറ്റിയാണ്. ഇതും ഗ്രാഫ്റ്റിംഗ് ആണ്. ഇത് താഴേന്നേ ഗ്രാഫ്റ്റ് ചെയ്തിരിക്കണം. ഇതുണ്ട്, ഇത് മലേഷ്യൻ റെഡിൽ താഴേന്ന് ഗ്രാഫ്റ്റ് ചെയ്തിരിക്കണം. ഇത് നല്ല വെറൈറ്റിയാണ്. ഇത് റെഡാണ്, റെഡ് പലോറയുടെ സെയിം തന്നെ, പക്ഷേ റെഡാണ്. ഔട്ട് സൈഡ് ചെറിയ മുള്ളുണ്ട്. ഇത് നല്ല വെറൈറ്റിയാണ്. നല്ല വെറൈറ്റിയും പുതിയ വെറൈറ്റിയാണ്. ഇത് കിം ട്രാൻ കാലിഫോർണിയയാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. നല്ല വെറൈറ്റിയാണ്. ഇത് ഡെസർട്ട് കിങ് എന്ന വെറൈറ്റിയാണ്. ഇത് ഓസ്ട്രേലിയൻ വെറൈറ്റിയാണ്. നല്ല വെറൈറ്റിയാണ് ഡെസർട്ട് കിങ്. ഇതിൻ്റെ ഔട്ട് സൈഡ് യെല്ലോ ആണ്, ഇൻസൈഡ് റെഡാണ്. ഡെസർട്ട് കിങ് ഭയങ്കര സ്വീറ്റാണ്. ഇത് 18-19 ബ്രിക്സ് മധുരമുണ്ട്. ഡെസർട്ട് കിങ് വലിയ ഫ്രൂട്ടല്ല, ഒരു 400-350-400 ഗ്രാമേ വരും. പക്ഷേ ഒരു ഡിഫറെൻറ്റ് ടൈപ്പാണ്. ഇത് പെറൂവിയൻ കാറ്റക്സ് ആണ്. പക്ഷേ ഇതിൻ്റെ ഒരേ ഒരു പ്രശ്നം വെച്ചാൽ വെള്ളം അമിതമായിട്ട് ഒഴിക്കാൻ പാടില്ല, വെള്ളം കെട്ടിരിക്കാനും പാടില്ല.
വെള്ളം കെട്ടിയെന്നാൽ അത് അഴുകിപ്പോവും. വെള്ളം എൻ്റെ മെയിൻ ശത്രുവാണ്. അതല്ല 2 പ്രാവശ്യം നമുക്കൂടെ കായ്ച്ച് ഇപ്പോൾ അടുത്ത കായ്ക്കാതെ നിൽക്കുകയാണ്. നല്ല ചെറിയ കായകളാണ്, നല്ല രസമാണ്. എവിടെ വേണം നടാം. ഇതിന് വലിയ കെയറൊന്നും വേണ്ട. വെള്ളം കെട്ടി നിൽക്കണം. ഇത് വെള്ളം മൂട്ടി കെട്ടിയെന്നാൽ അപ്പോൾ അഴുകിപ്പോവും. ഇത് ബ്രൂണി എന്നൊരു വെറൈറ്റിയാണ്. ബ്രൂണി കഴിഞ്ഞതിനൊരു 40 പൂ പൂത്തായിരുന്നു. അതിനൊരു 10-30 എണ്ണം പോളിനേഷൻ ചെയ്തെടുത്ത്. ഇതും പോളിനേറ്റ് ചെയ്താണ് ബ്രൂണി. നല്ല സ്വീറ്റാണ്. ഇത് കോക്കനട്ടിൻ്റെ ടേസ്റ്റാണ് ബ്രൂണി. ഇത് പഴുത്ത് കഴിഞ്ഞാലും ചെറിയ ഗ്രീൻ ആയിരിക്കും ഔട്ട് സൈഡ്. ഇൻസൈഡ് നല്ല ഇതാണ്, റെഡാണ്. നല്ല ഫ്രൂട്ടാണ് ബ്രൂണി. ബ്രൂണി ധാരാളം പിടിക്കും. ഇപ്പോൾ കുറവാണ്, കാരണം ഒരുപാട് കമ്പ് മുറിച്ച്. ഇപ്പോൾ ആൾക്കാർ ഇഷ്ടം പോലെ ബ്രൂണി ചോദിക്കുന്നുണ്ട്. കമ്പുകൾ കുറേ മുറിച്ച് കുറേ കുറേ പ്ലാന്റ് ഞാൻ ഗ്രാഫ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇത് ലാവൻഡർ റെഡാണ്. ലാവൻഡർ റെഡ് ഇത് 1 കിലോയുടെ പുറത്ത് വരുന്ന ഫ്രൂട്ടാണ്. പക്ഷേ ഇത് ക്രോസ് പോളിനേഷനാണ്. അതൊരു പ്രശ്നമാണ്. ക്രോസ് പോളിനേഷൻ കറക്റ്റ് ചെയ്യാൻ അറിയാമെന്നുള്ളത് ലാവൻഡർ റെഡ് നട്ടതാണ്. നല്ല സ്വീറ്റാണ്. 18 ബ്രിക്സ് മധുരമാണ്. 18.5 മധുര സ്വീറ്റാണ്. 1ൻ്റെ പുറത്ത് വെയിറ്റ് വരും. അത് 1 കിലോയുടെ പുറത്ത് വെയിറ്റും വരും. നല്ല സ്വീറ്റാണ് ലാവൻഡർ റെഡ്. ഇത് ഗ്രാഫ്റ്റ് ചെയ്തിട്ട് 4 മാസം ആയതേ ഉള്ളൂ. 4 മാസത്തിനകം പൂത്ത് കഴിഞ്ഞല്ലോ. ന്യൂയോർക്കിലൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഒരുപാട് വെറൈറ്റികളും ക്രോസാണ്. അവർ കൂടുതൽ ക്രോസ് വെറൈറ്റി ചെയ്യുന്നതിന് ഡെവലപ്പ് ചെയ്യുന്ന ക്രോസിൻ്റെ ടേസ്റ്റ് കൂടുതലാണ്. ഫ്രൂട്ടിൻ്റെ സൈസും വലുതാണ്. അതുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. അവർക്ക് കൃഷിയിൽ എക്സ്പെൻസ് ആവുന്നു എന്നൊരു പ്രശ്നമില്ല. പക്ഷേ വിയറ്റ്നാം, തായ്ലാൻഡ്, ചൈനയൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതെല്ലാം നാച്ചുറൽ പോളിനേഷനാണ്. നാച്ചുറൽ പോളിനേഷൻ ആണെങ്കിൽ കർഷകർക്ക് നല്ലതും ബൾക്കായിട്ട് കൃഷി ചെയ്യാൻ പറ്റുന്നില്ല നാച്ചുറൽ പോളിനേഷനാണ്. അതുകൊണ്ട് കൂടുതലും നാച്ചുറൽ പോളിനേഷൻ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ചില സമയത്ത് നമ്മളെ പൂമ്പൊടി ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ക്രോസ് പോളിനേഷൻ ചെയ്യാം? അപ്പോൾ ഇതിന് ഈ പോളിനേഷൻ ഈ പൂക്കുന്ന സമയത്ത് നമുക്ക് ഒരു ട്രൈ പ്ലാസ്റ്റിക് കവറിൽ അതിൻ്റെ പോളൻ്റെ അടുത്ത് ഒരു 10-20 ദിവസം വരെ നമുക്ക് ഫ്രിഡ്ജിൻ്റെ താഴെ തണുപ്പ് കുറച്ച് വെച്ചാൽ കീപ്പ് ചെയ്യാം. 15-20 ദിവസം വരെ ഇരിക്കും. 20 ദിവസം കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഡെഡായി പോകും. അപ്പോൾ എപ്പോഴും നമ്മൾ കുറച്ച് സമയം വരെ നമുക്ക് കീപ്പ് ചെയ്യാം. അങ്ങനെ കീപ്പ് ചെയ്താൽ ഏത് സമയത്തും നമുക്ക് പോളിനേഷൻ ചെയ്യാം. അങ്ങനെ പോളിനേഷൻ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ചില പ്ലാന്റുകളുണ്ട്. അതായത് ഷുഗർ ഡയറ്റ്, അതിൻ്റെ പോളൻ്റെ ഏതിലും പോളിനേഷൻ 100% സക്സസ് ആണ്. പിന്നെ തംസൺ പിങ്ക് എന്നൊരു വെറൈറ്റി ഉണ്ട്, അതും ചെയ്യാം. അങ്ങനെയുള്ളതെല്ലാം ഉപയോഗിക്കാം. ഏതും ഉപയോഗിക്കാം. ഷുഗർ ഡ്രാഗൺ ആണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും. 100% ഗ്യാരണ്ടിയാണ്. അത് പോളൻ്റെ എടുത്താൽ പോളിനേഷൻ ആയിരിക്കും. ഇതിലിപ്പോൾ ഞാൻ ഈ തൂണിൽ 4 വെറൈറ്റി ഇട്ടിട്ടുണ്ട്. 4 അപ്പോൾ നിങ്ങൾ ചോദിക്കും 4 വെറൈറ്റി ഇടാമോ? 4 വെറൈറ്റി ഇടുന്നതിൻ്റെ കുഴപ്പമില്ല. ഒരു സെയിം ടൈമിൽ പ്ലാന്റ് ചെയ്യണം. കാരണം 2 വെറൈറ്റി വലുതാന് ശേഷം 3-4 വെറൈറ്റി നമ്മൾ കൊണ്ടിടണമെങ്കിൽ 3-4 നടന്ന വെറൈറ്റി പിടിച്ച് വരാൻ ബുദ്ധിമുട്ടാണ്. കാരണം അതിൻ്റെ വേര് വന്നതിന് ശേഷം അതിന് ന്യൂട്രീഷൻ കിട്ടുകയില്ല. അപ്പോൾ സെയിം ടൈമിൽ കാണാം. ചില സമയത്തൊക്കെ എനിക്ക് പുതിയ വെറൈറ്റി കിട്ടുമ്പോൾ എൻ്റെ ചില പോസ്റ്റ് അടി അറിയത്തില്ല, അല്ലെങ്കിൽ നടാൻ സ്ഥലം കാണത്തില്ല. അപ്പോൾ അങ്ങനെ തൽക്കാലമായിട്ട് നടന്നു. അങ്ങനെ നട്ടാളിൽ 4 വെറൈറ്റി ആയിപ്പോയത്. ഇതിലിപ്പോൾ കണ്ട ഈ പൂ നിങ്ങൾക്ക് കാണാമല്ലോ, അത് ഡിലേറ്റാണ്. ഇന്നലെ രാത്രി വിരിഞ്ഞാണ് ഉണ്ടാ. ഇതിപ്പോൾ പോളിനേഷൻ കഴിഞ്ഞാണ്, ഡിലേറ്റാണ്. നല്ല ഇതാണ്. പിന്നെ റെഡ് അല്ല, ഇത് ബിഗ് യെല്ലോ എന്ന് പറഞ്ഞ്, അല്ല ബിഗ് റെഡ് എന്ന് പറഞ്ഞ് വേറൊരു വെറൈറ്റി കിടപ്പുണ്ട്. ഇതാണ് ബിഗ് റെഡോൻ്റെ വേറെ വെറൈറ്റി. അതിൽ വലിയ ഫ്രൂട്ടാണ്, നല്ല ടേസ്റ്റാണ്. അത് നാച്ചുറൽ പോളിനേഷനാണ്. പല ആൾക്കാരും സ്ഥിരം ചോദിച്ചുകൊണ്ടിരിക്കും പലോറ ആയോ ഇല്ലയെന്ന്. പലോറ ആയി കഴിഞ്ഞാൽ അപ്പോഴേ ഞാൻ അവരെ കൊടുക്കും. കാരണം അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഫ്രൂട്ടായി കഴിഞ്ഞാൽ പറിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. 1 മാസം നിൽക്കാം, 15 ദിവസം വയ്ക്കാം. പറിച്ച് കഴിഞ്ഞാലും 15-20 ദിവസം, 1 മാസം അതിന് യാതൊരു കാരണവശാലും ഫ്രൂട്ട് പാഴിപ്പോവില്ല. അപ്പോൾ വലിയ ടെൻഷൻ്റെ ആവശ്യമില്ല. ആവശ്യക്കാർ വരുമ്പോൾ പറിച്ച് കൊടുത്താൽ മതി. ഇപ്പോഴേകദേശം പഴുക്കാറായിട്ടുണ്ട്. അത് ഒരേ ഒരു വിഷയം എന്ന് വെച്ചാൽ ഫ്ലവർ ഒന്ന് ഫ്രൂട്ടിലേക്കാകുമ്പോൾ 72 ദിവസം പിടിക്കും. ഇപ്പോൾ എൻ്റെ ഹൈബ്രിഡ് പലോറയുണ്ട്, അത് 50 ദിവസം കൊണ്ടാവും. പുതിയ പലോറയുണ്ട്, അത് പക്ഷേ അത് ഒരുപാട് തൈ ഇപ്പോൾ കൊടുക്കാറായിട്ടില്ല. ഞാൻ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 10-12 തൈ നട്ടിട്ടുണ്ട്. അത് അതിൻ്റെ കളറും കൂടുതലാണ്, ഗോൾഡൻ യെല്ലോ ആണ്, ടേസ്റ്റും കൂടുതലാണ്. ഇത്രയും ഫ്രൂട്ടുകൾ നിങ്ങളെ കാണിക്കാനും പരിചയപ്പെടുത്താനും പറ്റിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. നിങ്ങൾ ഓരോരുത്തരും മനസ്സ് വയ്ക്കുകയാണെങ്കിൽ 1, 2, 3 ഡ്രാഗൺ ഫ്രൂട്ടും ഓരോ വീടുകളിൽ വയ്ക്കുക എന്നുള്ളത്. ഇത് ഭയങ്കര ഒരു പാരിച്ച പണിയൊന്നുമല്ല. ഡ്രാഗൺ ഫ്രൂട്ടിനെ സംബന്ധിച്ചോളം നിങ്ങൾക്കൊരു 2 പ്ലാന്റോ മാക്സിമം ഒരു 3-4 പ്ലാന്റ് മതി. ഒരു ചട്ടിയിൽ 4 പ്ലാന്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരു കൊച്ചു കുടുംബത്തിന് കഴിക്കാനുള്ള ഫ്രൂട്ട് കിട്ടും. ഇന്നത്തെ സാഹചര്യത്തിൽ വർദ്ധിച്ചു വരുന്ന അസുഖവും കാര്യങ്ങളൊക്കെ ഒരു പരിധിവരെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. മാക്സിമം നല്ല 100% കെമിക്കൽ ഇല്ലാത്ത ഫ്രൂട്ട് കഴിക്കാൻ പറ്റും. ഇപ്പോൾ എല്ലാവരും കഴിയുന്നിടത്ത് 1-2 ഡ്രാഗൺ ഫ്രൂട്ട് നിങ്ങളെ വീട്ടിൽ വെക്കണമെന്നാണ് എൻ്റെ ചെറിയൊരു അഭ്യർത്ഥന.
വഴിച്ചെലവ് കുറച്ചുകൊണ്ട് ഉൽപ്പന്നങ്ങൾക്ക് മികച്ച വിപണി കണ്ടെത്താമെങ്കിൽ വിജയം സുനിശ്ചിതമാണ്. ആറ്റിങ്ങലിലെ പ്രവാസിയായ സുരേഷിന്റെ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയിലെ മുന്നേറ്റം ഏവർക്കും ഒരു പ്രചോദനമാകട്ടെ. നാട്ടുവരമ്പിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു കാർഷിക വിശേഷവുമായി വീണ്ടും കാണാം. നമസ്തേ.